ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1716. ഇന്ന് സെപ്റ്റംബർ മാസം 11-ാം തീയതി 255-ാമത്തെ ദിവസത്തിലെത്തി. ബെഥേസ്ദ കുളക്കരയിലെ രോഗി കഴിഞ്ഞ 38 വർഷമായി സൗഖ്യം മാത്രം ആഗ്രഹിച്ചും സ്വപ്നം കണ്ടും പ്രതീക്ഷിച്ചും കഴിഞ്ഞവൻ. അവനെ യേശു കണ്ടെത്തുകയാണ്. അയാളോട് ചോദിക്കുകയാണ്, സൗഖ്യപ്പെടാനായിട്ട് ഇപ്പോഴും മനസ്സുണ്ടോ? ഓരോ മനുഷ്യനും അവനവന്റെ ദുരവസ്ഥയിൽ എന്തുമാത്രം അറിഞ്ഞും അറിയാതെയും ഇഴുകിപ്പോയിട്ടുണ്ടാവും, ഇഴുകിച്ചേർന്നിട്ടുണ്ടാവും. നിരാശ കൊണ്ടാണ്. എല്ലാ ദുരവസ്ഥകളും ശരിക്കും തുടക്കകാലത്ത് സമ്മാനിക്കുന്ന ചില വൈഷമ്യങ്ങളുണ്ട്, വേദനകളും പ്രയാസങ്ങളുമുണ്ട്. അവയോട് നമ്മൾ ഒന്ന് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവ നൽകുന്ന ചില ആനുകൂല്യങ്ങളിലാവും നമ്മുടെ ശ്രദ്ധ. കുറെയൊക്കെ സഹതാപം നിറഞ്ഞ പരിഗണനകൾ കിട്ടുന്നുണ്ടാവും, പരിപാലനവും കിട്ടുന്നുണ്ടാവും. ഈ ആനുകൂല്യങ്ങളിലൊക്കെ നമ്മൾ ആഹ്ലാദം കണ്ടെത്തുന്ന ശ്രദ്ധയിലാണ് പിന്നീട്. ഈ ആനുകൂല്യങ്ങളൊക്കെ ആഹ്ലാദത്തിന്റെ അനുഭവങ്ങളായി മാറുന്നു ഓരോരുത്തരിലും. ശീലമാകുന്ന ദുഷ്പ്രവൃത്തികളെ പിന്നീട് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. ശീലമായി പോയ ഹീനകൃത്യങ്ങളെ ഒന്ന് പശ്ചാത്താപത്തോടുകൂടി പരിഗണിക്കാൻ പറ്റുന്നില്ല. മറിച്ച് ഈ ദുഷ്പ്രവൃത്തികളും ഹീനകൃത്യങ്ങളും നൽകുന്ന താൽക്കാലികമായ ഒരു സുഖത്തിലും ഭ്രമത്തിലുമാണ് ഓരോരുത്തരും. അതിൽ നിന്ന് പുറത്ത് കടക്കാത്തിടത്തോളം കാലം തടവറക്കുള്ളിലാണ്. നമ്മളത് അറിയുന്നില്ല എന്നില്ല. തടവറക്കുള്ളിലാകുമ്പോഴും നിയന്ത്രിതമായ ചില സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കിട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വല്ലാതെ പരുവപ്പെട്ട് ചെറുതായിപ്പോയി. അവിടെ നിന്നാണ് നമുക്കൊരു ഉദ്ധാനത്തിന്റെ സാധ്യതയുള്ളത്. ക്രിസ്തുയേശു അവനോട് ചോദിച്ചത് അതാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം. മനസ്സുണ്ടോ ഇപ്പോഴും? അങ്ങനെ ഇപ്പോഴും സജീവമായി ഒരു മനസ്സിനെ നിലനിർത്താനായിട്ട് പരിശ്രമിക്കണ്ടേ? അവന്റെ മറുപടി ആവട്ടെ ഉണ്ടെന്നോ ഇല്ലെന്നോ അല്ല. അങ്ങനെ ഒരു മറുപടിയാണ് പറയേണ്ടിയിരുന്നത്, അവനിൽ നിന്ന് വരേണ്ടിയിരുന്നത്. പക്ഷെ അവൻ പറയുന്നത്, എന്നെ സഹായിപ്പാനായിട്ട് എനിക്ക് ആരുമില്ല. ദൂതം വന്ന കുളത്തിലെ വെള്ളത്തെ പതിയെ ഔഷധത്തിന്റെ തീർത്ഥമാക്കുന്നു. എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല. എനിക്ക് ആരുമില്ല എന്ന ഒരുവന്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ നിലവിളി നമ്മൾ അറിയാതെ, കാണാതെ, മനസ്സിലാക്കാതെ പോകരുത്. പരിസരത്ത് നിന്ന് ആരൊക്കെയോ നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ട് പ്രതീക്ഷയോടെ പറയുന്നുണ്ട്, എനിക്ക് ആരുമില്ല, ഞാനുണ്ട്, ഞങ്ങളുണ്ടെന്ന് പറയാനായിട്ട് നമുക്കൊരു മനസ്സാവണ്ടേ. ക്രിസ്തുയേശു അത് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.